ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസ്അലിൽ ഇമാറാ, ലാ തസ്അലിൽ ഇമാറാ, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്, അധികാരം നീ ആഗ്രഹിക്കരുത്. ഫഇന്നക ഇൻ ഉതീതഹാ അൻ മസ്അലത്തിൻ ഉക്കിലത് ഇലൈഹാ, നീ അധികാരം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, അധികാരത്തിന്റെ പേരിൽ ആ കസേരയിലേക്ക് നീ കയറിയിരുന്നാൽ ഉക്കിലത് ഇലൈഹാ, അതിന്റെ പേരിൽ അവനെ ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചോദിക്കാതെയാണ് അധികാരം നിന്നെ തേടിയെത്തിയതെങ്കിൽ, ചോദിക്കാതെ അധികാരം നിനക്ക് നാട്ടുകാരെ സമ്മാനിച്ചുവെങ്കിൽ, ഈ അധികാരത്തിന്റെ സോപാനത്തിൽ ഇരിക്കാൻ അർഹൻ നീ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് നീയാണ് എന്ന് ജനങ്ങൾ പരിപൂർണ സമ്മതത്തോടെ നമ്മെ പിടിച്ചിരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാരമായ വസ്തുവല്ല, അത് സാരമായ സംഗതി തന്നെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആണയിട്ട് പറയുകയാണ്, വല്ലാഹി വല്ലാഹി വല്ലാഹി, അല്ലാഹുവാണ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നാ ലാ നുവല്ലി ഹാദൽ അംറ അഹദൻ സഅലഹു വ അഹദൻ ഹറസ അലൈഹി, ആരൊരാൾ ഈ അധികാരം കൊതിക്കുന്നുവോ, ആരൊരാൾ ഈ അധികാരം ചോദിച്ചു വാങ്ങുന്നുവോ, അവർക്ക് ഞാൻ ഈ അധികാരം നൽകുകയില്ല തന്നെ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വല്ലാഹി അല്ലാഹുവേ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ്, ഇന്നാ ലാ നുവല്ലി ഹാദൽ അമല അഹദൻ സഅലഹു വ അഹദൻ ഹറസ അലൈഹി, ആരൊരാൾ ഇതിനു വേണ്ടി കടിച്ചു തൂങ്ങുന്നുവോ, ആരൊരാൾ ഇതിന്റെ പിന്നാലെ ഓടുന്നുവോ, ആരൊരാൾ ഇതിനു വേണ്ടി വ്യഗ്രത കാട്ടുന്നുവോ, ആരൊരാൾ ഇതിനു വേണ്ടി ഗൂഢതന്ത്രം മെനയുന്നുവോ, അവർക്ക് ഞാൻ ഇത് നൽകുകയില്ല തന്നെ. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നകും സതഹരിസൂന അലൽ ഇമാറ, ഒരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് അല്ലേ, ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ, ഒരു പ്രസിഡന്റിന്റെ പദവിക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ, ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ. ഇന്നകും സതഹരിസൂന അലൽ ഇമാറ, അധികാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ്. ഈ മുഹമ്മദിന് ആത്മാവ് ഏതൊരു റബ്ബിന്റെ മേലാണോ, ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെയോ, വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, അധികാരികളെ അധികാരികളെ അധികാരികളെ, വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്തിൽ ഈ അധികാരത്തിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, നിങ്ങളുടെ വിരലുകൾ നാളെ കടിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്, ഖുൽതു, ഞാൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തഅമിലുനി ഹാദാ, ഈ അധികാരം എന്നെ ഏൽപ്പിക്കുമോ നബിയേ, ഈ അധികാരത്തിന്റെ ഉത്തരവാദിത്തം, ഈ നാടിന്റെ ഉത്തരവാദിത്തം, ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം, ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തം, ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്റെ മേൽ ഏൽപ്പിക്കുമോ? യാ റസൂലല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫളറബനി ബിയദിഹി അലാ മൻകിബി, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ അബൂദർ, ഏ അബൂദർ, ഇന്നക ലഈഫുൻ, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാന, നീ ബലഹീനനാണ്, നീ ബലഹീനനാണ്, നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല, ഈ പണി ഉത്തരവാദിത്വ ബോധമുള്ള പണിയാണ്, ഈ പണി അമാനത്താണ്, ഈ അധികാരം നാളെ
റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർശിന്റെ തണൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അല്ലാഹുവിന്റെ തൃപ്തിയുടെ വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമെന്ന് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, യാ അബൂദർ, അബൂദർ, ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, വഇന്നഹാ അമാന, ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഇല്ലാ മൻ അഖദ ബിഹഖിഹാ വഅദ്ദല്ലദീ അലൈഹി ഫിഹാ, ആരാൾ ഇതിനോടുള്ള ഉത്തരവാദിത്തം പരിപൂർണ ബോധത്തോടുകൂടി നിറവേറ്റിയിട്ടില്ലയോ നാളെ ആഖിറത്തിൽ അവൻ ഖേദിക്കേണ്ടി വരുമെന്ന്, നാളെ ആഖിറത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കും, ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും, ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും. നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയൻ പട്ടിണി കിടന്നിട്ടുണ്ടോ? എംഎൽഎമാരെ, എംപിമാരെ, മന്ത്രിമാരെ, വാർഡ് മെമ്പർമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്, നിങ്ങൾ എത്രയെത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ സാധുക്കളായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത്. ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, അവർക്ക് കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ, അവർക്ക് നടക്കാൻ റോഡില്ലെങ്കിൽ, അവർക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ ഈ ഇമാമിനെ പിടിച്ചു നിർത്തുമത്രേ, ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമത്രേ. അവനോട് ചോദിക്കുകയാണ്, കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. നാളെ ചോദിക്കുകയാണ്, നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ? പട്ടിണി കിടന്ന് മരിച്ചില്ലയോ? എത്രയെത്ര കുഞ്ഞുമക്കളാണ് രോഗശയ്യയിൽ കിടന്ന് മരിച്ചത്, ചികിത്സ ലഭിക്കാതെ? അവരുടെ ഉത്തരവാദിത്തം നീയല്ലേ ഏറ്റെടുത്തത്? അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ? അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ? അവരുടെ ഇമാമ് നീ ആയിരുന്നില്ലേ? എന്തേ അവരോട് നീതി കാട്ടാത്തത്? മാറി നിൽക്കടോ, അർശിന്റെ തണല് നിനക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അർശിന്റെ തണല് നൽകാമെന്ന ഒന്നാമത്തെ വാഗ്ദാനം ഇമാമുൻ ആദിൽ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകൂടത്തിനാണ്. അത് സ്ത്രീകളുടെ മേലേക്ക് ഏൽപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവരുടെയൊക്കെ എത്തിപ്പെടാൻ പറ്റൂല. പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരാണ് നിൽക്കേണ്ട സ്ഥാനത്ത് രണ്ട് പെണ്ണ് നിൽക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വമാണ്. അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലെ ഏൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഒരു പെണ്ണ് ഏറ്റെടുത്താൽ എങ്ങനെ രക്ഷപ്പെടും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൻ യുഫ്ലിഹ ഖൗമുൻ, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ. ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചാൽ ആ നാട്ടിൽ ഖൈറുണ്ടാവൂല. അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല. കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക. കുടുംബത്തിന്റെ നാഥനാരാണ്? കുടുംബത്തിന്റെ അത്താണിയാരാണ്? ഗൃഹത്തിന്റെ നാഥനാരാണ്? അത് ഒരാണായിരിക്കണം, ഒരാണായിരിക്കണം, ചങ്കൂറ്റമുള്ള ആണായിരിക്കണം. ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. അതാഅർ-റജുലു ഇംറഅതഹു, അതാഅർ-റജുലു ഇംറഅതഹു. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചില്ലേ? 30% സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുഈനൽ മർഅതു സൗജഹാ ലിത്തിജാറാ
കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ്. കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ? ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാണ്? ഏത് സഹാബത്താണ്? ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ്? പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് കൊടി പിടിപ്പിക്കാൻ, കൊടി പിടിച്ചുകൊണ്ട് ഇൻകിലാബ് വിളിപ്പിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? എത്ര സഹാബത്ത് വനിതകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞില്ലയോ, നബിയേ നബിയേ അങ്ങ് ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ അങ്ങയോടൊപ്പം ഇതാ ധർമ്മസമരത്തിൽ പങ്കാളികളാവുകയാണ്. യാ റസൂലല്ലാഹ് ഞങ്ങളും അങ്ങയോടൊപ്പം വരട്ടെയോ നബിയേ? നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയേ. അവർ പരിക്കേറ്റുകൊണ്ട് കുടിലുകളിൽ കിടന്നാൽ ഞങ്ങൾ അവരെ ശുശ്രൂഷിച്ചു കൊള്ളാം നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഈ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അനുവാദം നൽകണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? പോരട്ടെ ഞങ്ങളോടൊപ്പം നിങ്ങളും കൊടി പിടിച്ചോ, ഞങ്ങളോടൊപ്പം ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങളും കയറിക്കോ. ഇല്ല 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 ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, അയ്യുമാ ഇംറാത്തുൻ ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് ഖംസഹാ വസാമത് ശഹ്റഹാ വഅതാഅത് ബഅലഹാ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നമസ്കരിക്കട്ടെ, പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് പിടിക്കട്ടെ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ, സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ, ദഖലത്തിൽ ജന്ന അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ്. അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം പോകൂ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സേവിക്കുവിൻ, ഖിദ്മത്ത് ചെയ്യുവിൻ, ആ ഭർത്താക്കന്മാര് പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണുങ്ങളെ രംഗത്തിറക്കണമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ? പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ നബി തങ്ങൾക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്, ഭാര്യയെ ഭർത്താവ് അനുസരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോൾ ഭാര്യ സഹായിക്കും, കച്ചവടത്തിന് സഹായിക്കും, എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ, ഭാര്യ കാഷ്യറിലിരിക്കും. കാലഘട്ടം അങ്ങനെയായി പോയി. വിധങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരെ അടുപ്പിക്കും, മാതാപിതാക്കളെ അകറ്റി നിർത്തും. അതുകൊണ്ടല്ലേ വാപ്പായും ഉമ്മായും വിട്ടിട്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത്? വാപ്പായ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ? സംഭവിച്ചേ മതിയാവൂ. കാരണം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, സംഭവിച്ചേ മതിയാവൂ. ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണും കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരാണ് ഇഷ്ടം, വാപ്പയാണോ കാമുകനെയാണോ? എനിക്ക് കാമുകനെ മതി, വാപ്പയെ വേണ്ട. ആര് പറഞ്ഞു ഇത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിനാ സദീഖഹു വഅഖസാബഹു. തന്റെ കാമുകനെ അടുപ്പിക്കും, ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും. വഅഖസാബഹു, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്ഥാനമില്ല. ഉപ്പയ്ക്കും ഉമ്മയ്ക്ക് സ്ഥാനം നൽകാത്തവർക്ക് അർശന്റെ തണലുണ്ടോ? വരുന്നുണ്ട്, വിഷയം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ട് പോകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളതാണ് പറഞ്ഞത്, ലൻ യുഫ്ലിഹ ഖൗമുൻ, ഒരു സമുദായം വിജയിക്കുകയില്ല, വല്ലൗ അംറഹും ഇംറഅതൻ, അവരുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ. അതുകൊണ്ട് ഗൃഹനാഥൻ ആരായിരിക്കണം? അത് ആണായിരിക്കണം, പെണ്ണാകരുത്. ഖുർആനിന്റെ ഭാഷ്യവും അത് തന്നെയാണ്. الرجال قوامون على النساء الرجال قوامون على النساء
بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്, ആ സമുദായം വിജയിക്കുകയില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ ആ അധികാരികളോട് അള്ളാന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ്, ഒരു പ്രഭാഷണമാണ്, ഒരു ദുആയാണ്. ഭരണകർത്താക്കളെ നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ, അവർ വെളിച്ചമില്ലാതെ, വോൾട്ടേജ് ഇല്ലാതെ, വെള്ളമില്ലാതെ, കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നോക്കി അവർ നെടുവീർപ്പിടുകയും കണ്ണുനീരൊലിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ. അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ആരാണോ ഏറ്റെടുത്തത്, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്തം, അവരുടെ ഭരണീയ ഉത്തരവാദിത്തം, അവരുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏതൊരു സമുദായമാണോ ഏറ്റെടുത്തത്, ഫശഖ്ഖ അലൈഹിം, എന്റെ ഉമ്മത്തിനെ, എന്റെ അനുയായികളെ, എന്റെ സമുദായത്തെ ഏതൊരു ഭരണകർത്താക്കള് വേദനിപ്പിച്ചുവോ, അല്ലാഹുമ്മ അശ്ഖുഖ അലൈഹി, അവരെയും നീ ബുദ്ധിമുട്ടിക്കേണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ. പള്ളി ഭരിക്കുന്നവര്, പള്ളിയുടെ ഉത്തരവാദിത്തം, ജമാഅത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവര്, പ്രസിഡന്റ്, സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം. ലൈറ്റ് ഇല്ല പള്ളിയില്, ഫാൻ കറങ്ങുന്നില്ല, കുറെ നാളായി ഫാൻ കറങ്ങിയിട്ട്. ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ട ഇത് പറയാൻ. ആരോട് പറയാൻ? പ്രസിഡന്റിനോടോ. കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് 2 മാസമായി, കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ആരും വരാറില്ല, നോക്കാറില്ല. ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കെട്ട് വീഴും. ആ കോലത്തില് നല്ല വെള്ള ക്ലോസറ്റ് ആയിരുന്നു, ഇപ്പൊ മഞ്ഞ നിറായി. അത് തന്നെ രാഷ്ട്രീയം മാറിപ്പോയി. പള്ളിയുടെ നല്ല കാർപ്പറ്റ് വിരിച്ചു സുജൂദിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ സുജൂദ് ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ അലർജിയോടുകൂടി എഴുതി. കാരണം എന്ത്? മൊത്തം പൊടി. അത് തൂക്കാനോ അത് ക്ലീൻ ചെയ്യാനോ ജമാഅത്ത് കമ്മിറ്റിക്കാരും വരാറില്ല. ഇവർ ഈ രാജ്യത്തിന്റെയും ഈ മഹല്ലിന്റെയും ഭരണകർത്താക്കളാണ്. സൂക്ഷിക്കണം. അധികാരത്തിന്റെ കസേരയിലിരുന്ന് മൊയ്ലിയാർ എപ്പോ വരും, മൊയ്ലിയാർ എപ്പോ പോകും, 5 വഖത്തിന് വന്നോ 3 വഖത്തിന് വന്നോ നോക്കലല്ല അവരുടെ ജോലി. ഈ ജമാഅത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവരുടെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ചു. ഖുർആനിന്റെയും ഹദീസിന്റെയും ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. ആർക്കും വൈരാഗ്യം വേണ്ട. ഞാനും ഒരു പള്ളിയിലെ ഖത്തീബാണ്. എന്റെ മഹല്ലിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറില്ല. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്ന് കേട്ടോളി. നാളെ ആഖിറത്തിൽ അർശിന്റെ തണൽ വേണോ? അതിന് വേണ്ടിയിട്ടാണ്. ഇമാമുൻ ആദിൽ, ആദിലായ ഭരണാധികാരി, ഇമാമുൻ ആദിൽ, ആദിലായ ഭരണാധികാരി. നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല അഴുക്കാണ്, നമസ്കരിക്കുന്ന കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലേ? പള്ളി പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളായി. നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കരിക്കുന്ന പള്ളിയാണ്. അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ? ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല. എന്നാൽ 21 അംഗ സംഘ കമ്മിറ്റിയുണ്ട്. ജമാഅത്ത് ഭാരവാഹികള്, പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു, നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു. പള്ളിയുടെ ഹൗള് കഴുകിയിട്ട് 3 വർഷമായി പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്ന പോലെ അറിയാൻ പറ്റൂല. ആ കോലഘട്ടത്തിലാണ്, ആ കോലത്തിലാണ്. അള്ളാന്റെ റസൂൽ അതാണ് പറഞ്ഞത്, സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. നീതിമാന്മാരായ ഭരണാധികാരികളല്ല എങ്കിൽ അർശിന്റെ തണല് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല.
അതുകൊണ്ടാണ് നബിഗിന റസൂലുള്ളാഹി അധികാരം നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നിലയ്ക്കുള്ള ദുആ നബി തങ്ങൾ ചെയ്തു. ഒന്ന്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വേദനിപ്പിക്കുന്നവരെ നീ വേദനിപ്പിക്കണേ പടച്ച തമ്പുരാനെ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫഖ് ബിഹി. അല്ലാഹുവേ, ആരാൽ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം വേണ്ടവണ്ണം ശരിയായ വണ്ണം നിന്റെ തൃപ്തിയോടുകൂടി അവരുടെ കഴിവനുസരിച്ച് അവരാളുടെ കഴിവനുസരിച്ച് അവർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ, ഈ ഭരണീയരോട് കരുണ കാട്ടിയിട്ടുണ്ടോ, അല്ലാഹുവേ നീ അവരോട് കരുണ കാട്ടണേ പടച്ചവനെ, അവരോട് കരുണ കാട്ടണേ പടച്ചവനെ. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതും ചെയ്തു. അവർക്കാണ് അർശിന്റെ തണൽ. അവർക്കാണ് അർശിന്റെ തണൽ. കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് ഉത്തരവാദിത്തം എങ്ങനെയുണ്ട് കൊള്ളാവും, വല്ല റാഹത്ത് തന്നെയല്ലേ, വല്ല ബുദ്ധിമുട്ടോ പ്രയാസം. ഉമർ റളിയല്ലാഹു തആല സംഭവം ഞാൻ അങ്ങോട്ട് കയറിയാൽ ഒന്നും പ്രസംഗം തീരൂല. ഉമർ റളിയല്ലാഹു തആല എന്തായിരുന്നു ഭരിച്ചിരുന്നത്? എന്ത് ഭരണമായിരുന്നു? പൊട്ടിക്കരയുമായിരുന്നില്ലേ? ഒരു കുട്ടി പോലും ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ. നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ചോദ്യമുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരയുമായിരുന്നു. രാത്രി ഉറങ്ങൂല, ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു. എന്തിന്? നാളെ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടാൻ. ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരി അതിനു വേണ്ടി കിട്ടാൻ. അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ജനങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റി. ഇനി വോട്ട് ചെയ്യുന്നവരെ പള്ളിയിലാകട്ടെ, മഹല്ലത്തിലാകട്ടെ, മദ്രസയ്ക്കാകട്ടെ, നമ്മൾ ആരെയെങ്കിലും അധികാരത്തിന്റെ കസേരയിലേക്ക് നമ്മളെ കയറ്റിവിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല. അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ. കുടുംബ മഹിമയും ഗോത്ര മഹിമയും സ്വഭാവ മഹിമയും ഉള്ളവനെയല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിവിട്ട് നിങ്ങളുടെ ഒരു കയ്യൊപ്പതിന് സാക്ഷ്യം ണെങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ എന്തിനാണ് അനർഹനെ ഈ അധികാരത്തിലേക്ക് കയറ്റിവിട്ടത്? അതിന്റെ പേരിൽ വോട്ട് ചെയ്യുന്ന നമുക്ക് നാളെ ചോദ്യം ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ആന അലാ മഅസിയ മൻ ആന അലാ മഅസിയ വലൗ കാന ബിശത്രി കലിമ കാന ശരീകൻ ലഹു ഫീഹാ. ആരെങ്കിലും ഒരു തെറ്റിലേക്ക് കേവലം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന്റെ ചൂണ്ടാനി വിരൽ കൊണ്ടോ ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ കാന ശരീകൻ ലഹു ഫീഹാ, അവനും ആ തെറ്റ് ചെയ്തവനെ പോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി അടിച്ചു മാറ്റുന്ന ആളാണ്. നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി കൈക്കൂലി വാങ്ങുന്നവരാണ്. നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരാൾ ചോദിക്കുന്നു, ഇവിടെ ഈ AK ബാർ എവിടെയാണ്? അയാൾ പള്ളിയിലേക്ക് വാള് പറയും, അതിലെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി, അവിടെ കാണും. നീയും ഒരു അര സ്കോച്ച് അടിച്ചവന്റെ ഫായിദ സവാബ് നിനക്ക് കിട്ടും. നിസ്കരിക്കാൻ പോയ വലോബി ശത്രിക്കലിമ, ചെറിയ ഒരു വാക്കുകൊണ്ട് ഒരു തെറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതേപോലെ നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ചൂണ്ടിക്കാണിച്ചാലും അവർക്കും അത് കിട്ടിയതിന്റെ പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക്, ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അധികാരികൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ അല്ലാഹു തആല നൽകും. അത് നല്ലവർക്കാണ്, സാലിഹീങ്ങൾക്കാണ്, ഭരണീയരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർക്കാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണകർത്താവായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ പൊട്ടിക്കരയുകയാണ്. നാളെ നേരം വെളുക്കുമ്പോ ശവ്വാലിന്റെ മാസപ്പിറവിയാണ് തെളിഞ്ഞു വരിക. അവസാനിക്കുകയാണ്. നാളത്തെ നേരം വെളുക്കുമ്പോ ദഫ്മുട്ടലും സന്തോഷത്തിന്റെ ആനന്ദം കൊണ്ട് ഈ മദീനയാകമാനം കുഞ്ഞുമക്കളടക്കം പൊട്ടിച്ചിരി കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ്. ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയും ഭരണാധികാരിയുമായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീടോ ശോകമൂകമായ അന്തരീക്ഷമാണ്. അവിടെ ചിരിയില്ല, അവിടെ കളിയില്ല, അവിടെ രസമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ പുതുവസ്ത്രമില്ല,
അവിടെ ദഫ് മുട്ടുന്നില്ല, അവിടെ മാംസത്തിന്റെ ആഹാരമില്ല, അവിടെ മറ്റ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു ഇരുണ്ട മുറിയിൽ മുസല്ലയിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ കടന്നു വരികയാണ്. ഫാത്തിമ കടന്നു വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ്, ഈ രാജ്യത്തിന്റെ കിരീടാവകാശി നിങ്ങളല്ലേ? ഈ മദീനയുടെ ചെങ്കോലിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ? നാളെ നേരം വെളുക്കുമ്പോ മദീന ആകമാനം സന്തോഷത്തിന്റെ പൂത്തിരിയാണ്, സന്തോഷത്തിന്റെ തിരമാലയാണ്, ശവ്വാലിന്റെ മാസപ്പിറവിയാണ്, തക്ബീറിന്റെ മധുരമായ മൊഴികൾ കൊണ്ട് മുഖരിതമാകുന്ന ഈ മദീനയാകമാനം സന്തോഷം കൊണ്ട് ഇളകി മറിയുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണിയല്ലയോ? നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ? നിങ്ങളുടെ മക്കൾ ഇന്നെന്തേ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത്? ഈ 30 ദിവസങ്ങൾ പട്ടിണി കിടന്ന ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട മഹദി അവറുകൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി മത്സ്യം വാങ്ങണേ, മാംസം വാങ്ങണേ. മഹാനവറുകളോട് പ്രിയപ്പെട്ട പത്നി പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ നിനക്കറിയില്ലേ, കേവലം 2 ദിർഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയില്ല, എനിക്ക് മറ്റൊരു വരുമാനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ, നമുക്ക് നല്ല ഉടുപ്പും സന്തോഷങ്ങളും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ സ്വർഗത്തിലാണ്. തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ഫാത്തിമ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്, അല്ല മഹാനവറുകളെ, എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ നേരം വെളുക്കുമ്പോ മദീനയാകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞുമക്കൾ തക്ബീറിന്റെ മധുരമായ മൊഴികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി, കണ്ടം വെച്ച് തയ്ച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ മഹദിയായ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, അഡ്വാൻസായി 2 ദിർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അഡ്വാൻസായി 2 ദിർഹം വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചപ്പോ മഹദിയായ പത്നിയോട് നോക്കിയിട്ട് പറയുകയാണ്, എടീ പെണ്ണേ ഫാത്തിമ, ഈ 2 ദിർഹം ഞാൻ കടം വാങ്ങിയാൽ നാളെ നേരം വെളുക്കുമ്പോ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ മദീനയുടെ പൂമുഖത്തുണ്ടാകുമോ ഇല്ലയോ? നാളെ നേരം വെളുക്കുമ്പോ ഞാൻ മരിച്ചു പോയാൽ അടുത്ത മാസം ഈ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അഡ്വാൻസ് കൈപ്പറ്റില്ല ഫാത്തിമ. അതുകൊണ്ട് മക്കളോട് പറയണേ, സുഖസന്തോഷങ്ങളെല്ലാം സ്വർഗത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ ഖജനാവിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ കിടന്ന് അമ്മാനമാടുകയാണ്. 2 ദിർഹമല്ല, 5 ദിർഹമല്ല, ആയിരക്കണക്കിന് ദിർഹമിന്റെയും ദിനാറിന്റെയും ഉടമസ്ഥനാകാൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന് കഴിയും. പക്ഷേ നാളെ അർശിന്റെ തണല് ആഗ്രഹിച്ചുകൊണ്ട് കീറിയ കുപ്പായവുമായി, കണ്ടം വെച്ച് തയ്ച്ച കുപ്പായവുമായി പട്ടിണി കിടന്ന് രാജ്യത്തിന് മെഴുകുതിരി പോലെ ഉരുകി വെളിച്ചം പകർന്നു കൊടുത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് ആഗ്രഹിച്ചത് സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. നാളെ 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുണ്ടല്ലോ, ആ തണലിൽ ഒന്നാമനായി ഈ ഉമറിനും എത്തണം ഫാത്തിമ. അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഇന്ന് അധികാരത്തിന്റെ സോപാനത്തിന് വിരാജിക്കുന്നവരെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്ന നഴ്സുമാരെ, പെണ്ണന്മാരെ, നാളെ ഈ ഗുളികകളും മരുന്നുകളുമായി ആഖിറത്തിൽ നീ വരേണ്ടി വരും
പെങ്ങളെ, സാധുക്കൾക്കുള്ള മരുന്നാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള മരുന്നല്ല. ഔദ്യോഗിക വാഹനത്തിലല്ലാതെ ഗവൺമെന്റിന്റെ വാഹനത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് ഘടിപ്പിച്ചു തന്നത്. പത്രം വായിക്കാനല്ല, സ്വറ പറയാനല്ല, തമാശ പറയാനല്ല. ഗവൺമെന്റിന്റെ ജോലി ഒഴിച്ച് സ്വന്തമായി വിശ്രമിക്കാൻ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ആരൊരാള് ഫാനിന്റെ സ്വിച്ച് അമർത്തിയോ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ, നാളെ ആഖിറത്തിൽ അതിന് മറുപടി പറയണം, മറുപടി പറയണം, മറുപടി പറയണം. അതുപോലെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് സംഭവം അങ്ങോട്ട് പോയാൽ നാളെ ജോലി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അത് മാത്രം പറഞ്ഞു നിൽക്കുന്നില്ല. അധികാരികൾ സൂക്ഷിക്കണം. വെറുതെ അല്ല അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്കാണ് അർശിന്റെ തണല്. വെറുതെ ഒന്നും തണല് കിട്ടൂല. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ, അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് പേപ്പർ, വെള്ള പേപ്പർ എടുത്തിട്ട് ഭാര്യയ്ക്ക് ലവ് ലെറ്റർ എഴുതാന്ന് പറഞ്ഞാൽ നാളെ ഈ വെള്ള പേപ്പറായിട്ട് ആഖിറത്തിൽ വരണം. ഇവർക്ക് ആദിലായ ഭരണാധികാരി എന്ന് പറയാനൊന്നും പറ്റൂല. അടിച്ചു മാറ്റിയവൻ അടിച്ചു മാറ്റിയ സാധനമായിട്ട് വരണം. എനിക്ക് ഒരുപാട് ഹദീസ് ഉണ്ട്, അങ്ങോട്ട് കയറിയാൽ അത് മാത്രം തന്നെയായിരിക്കും എന്റെ വിഷയം. വേറെ അങ്ങോട്ട് കുറക്കാൻ പറ്റൂല. കുറെ പറയാനുണ്ട്, കുറെ വിഷയം പറയാനുണ്ട്. അല്ലാഹു തആല നല്ല നിലയിൽ മനസ്സിലാക്കാനും ആദിലായ ഭരണാധികാരിയായി ജീവിച്ചു മരിക്കാനും അല്ലാഹു അധികാരികൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ ജമാഅത്ത് കമ്മിറ്റിക്കാരും ഭാരവാഹികളൊക്കെ പരിശ്രമിച്ചോ. ഇല്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരും, തലകുനിച്ച് നിൽക്കേണ്ടി വരും. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, ദുനിയാവിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ, അവിടെ വായിക്കപ്പെടുമ്പോ, നബിയേ നബിയേ, അവരുടെ മുഖങ്ങൾ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും ഹബീബേ. ഇന്ന് എത്രയോ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങിയവനെ അറസ്റ്റ് ചെയ്തു, പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക്. അയാള് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കൂല, അയാളുടെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് മുഖം മറയ്ക്കും. പീഡന കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞെളിഞ്ഞു നിൽക്കൂല. അന്ന് എടുത്തോ, ഫോട്ടോ എടുത്തോ, ഇല്ല, കുനിഞ്ഞു നിൽക്കും, കാണിക്കൂല, മുഖം കാണിക്കൂല, ലജ്ജ കൊണ്ട് നാണക്കേട് കൊണ്ട്. ഇത് ദുനിയാവിന്റെ അവസ്ഥയാണെങ്കിൽ ആഖിറത്തിലും ഇതേ അവസ്ഥയാണ്. അർശിന്റെ തണല് കൊടുക്കുന്നതിന് മുമ്പ് അള്ളാന്റെ വിചാരണ കോടതിയിലേക്ക് കയറ്റി നിർത്തുകയാണ്. അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ്. ഇത് നിന്റെ ഗ്രന്ഥമാണോ? ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും കൈക്കൂലി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒന്നുപോലും വിട്ടിട്ടേ ഇല്ല. എല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. വായിക്കടോ വായിക്കടോ. ഇവന്റെ മുന്നിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ ഓരോ സംഭവങ്ങൾ അവിടെ വെളിവാക്കപ്പെടുമ്പോ വലൗ തറാ ഇതിൽ മുജ്രിമൂൻ നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ അവർ തലകുനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പോലീസിന്റെ കാല് പിടിക്കുന്നത് പോലെ, ഗവൺമെന്റിന്റെ കാല് പിടിക്കുന്നത് പോലെ, യമാനെ ഒന്ന് രക്ഷിക്കണേ, രാഷ്ട്രീയക്കാരന്റെ കാല് പിടിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ ഒന്ന് രക്ഷിക്കണേ, ഒന്ന് രക്ഷിക്കണേ. എന്റെ മുഖത്തെ വിവരണമാക്കരുത്, എന്നെ പരസ്യപ്പെടുത്തരുത്, എന്റെ ലജ്ജയെ നിങ്ങൾ കാണണേ, എന്റെ ന്യൂനതയെ മറച്ചു വെക്കണമേ എന്ന് അധികാരികളുടെ കാല് പിടിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇവൻ പറയുകയാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ
ഫർജിഅനാ. അല്ലാഹുവേ ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിന്റെ യാഥാർത്ഥ്യവും നിന്റെ അസ്തിത്വവും ആഖിറത്തിന്റെ വലിപ്പവും അർശിന്റെ തളലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അബ്സറനാ വസമിഅനാ ഫർജിഅനാ. ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ, ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ. നിഅമൽ സാലിഹാ, ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ, ഉറപ്പ് പറയുന്നു അല്ലാഹ്, ഇനി വഞ്ചിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയ്ക്ക് എതിരെ പ്രവർത്തിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയെ ലംഘിക്കില്ല അല്ലാഹ്, ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു അല്ലാഹ്, നിന്റെ സിംഹാസനത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നു അല്ലാഹ്. നർജിഉ നഅമൽ സാലിഹാ ഫർജിഅനാ. ഒന്ന് മടക്കണമേ, മടക്കണമേ. നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി നാണം കെട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഇന്ന് അഭിമാനത്തോടുകൂടി ജീവിക്കണേ അധികാരി വർഗമേ. എങ്കിൽ അല്ലാഹു അവർക്ക് ഒന്നാമത്തെ സ്ഥാനം അർശിന്റെ തണലിൽ നൽകുകയാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി.